ബി.ജെ.പിയുടെ പ്രവർത്തകരെല്ലാം തന്നെ ഇപ്പോൾ വലിയ തിരക്കിലാണ്. കാരണം അവർക്കെല്ലാം ടാർഗറ്റ് ഫിക്സ് ചെയ്ത് നൽകിക്കൊണ്ട് ഒരു വലിയ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ബി.ജെ.പി മെമ്പർഷിപ്പ് ഡ്രൈവാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൻ്റെ ആദ്യ ആഴ്ച പിന്നിടുമ്പോൾ 2 കോടിയിലധികം അംഗങ്ങളെ പുതിയതായി ചേർക്കാൻ ബി.ജെ.പിക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു വാർത്തയും. ഇത് 9 സംസ്ഥാനങ്ങളുടെ ആദ്യത്തെ ഒരാഴ്ചത്തെ കണക്കെടുത്തപ്പോഴാണ് 2 കോടിയിലധികം അംഗങ്ങളെ ഇതുവരെ ചേർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ബി.ജെ.പി ഇപ്പോൾ കൊടുത്തിരിക്കുന്ന പുതിയ ടാർഗറ്റ് അവർക്ക് ലഭിച്ച വോട്ടിൻ്റെ ഓരോ മണ്ഡലത്തിലും അവർക്ക് ലഭിച്ച വോട്ടിൻ്റെ 80% പേരെയും മെമ്പർമാരാക്കണം എന്നുള്ളതാണ് നൽകിയിരിക്കുന്ന ടാർഗറ്റ്. ഇത് ഏതൊക്കെ സംസ്ഥാനം എത്ര പേരെ വെച്ച് ചേർത്തു എന്നുള്ളതിൻ്റെ കണക്ക് പുറത്തുവിടാൻ ബി.ജെ.പി നേതൃത്വം തയ്യാറായിട്ടില്ല. ബി.ജെ.പി പറയുന്നത് അത് മറ്റുള്ള സംസ്ഥാനങ്ങളിലുള്ള നേതാക്കന്മാരുടെ മനോവീര്യം തകർക്കും. അതുകൊണ്ട് അങ്ങനെ പറയുന്നില്ല. ഏറ്റവും ഒടുവിൽ ഓരോ സംസ്ഥാനത്തിൻ്റെ കണക്ക് തിരിച്ച് പറയുന്നതായിരിക്കും. ഏതായാലും ഇപ്പോൾ കർണാടക ഉൾപ്പെടെയുള്ള 9 സംസ്ഥാനങ്ങളിലെ സംസ്ഥാന അധ്യക്ഷന്മാരുടെ ഒരു യോഗത്തിലാണ് ഈ കണക്ക് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്ന് വിനോദ് ധാവഡെ ബി.ജെ.പിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ് അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നുണ്ട്. കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണ് ബി.ജെ.പി. ആ സംഖ്യ നിലനിർത്താൻ കഴിയുമോ, അതിനെ മറികടന്ന സംഖ്യ പോകുമോ, അതോ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റ പരാജയം ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിനിൽ പ്രതിഫലിക്കുമോ എന്നൊക്കെ ഉള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. കാരണം മെമ്പർഷിപ്പ് ക്യാമ്പയിൻ തുടങ്ങിയപ്പോൾ തന്നെ 2 കോടിയിലധികം പേരെ ചേർക്കാൻ കഴിഞ്ഞത് തന്നെ അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.